എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് സെക്ഷനിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCA BSc കമ്പ്യൂട്ടർ സയൻസ് തേർഡ് സെമസ്റ്റർ പേപ്പറായ സെൻസസ് ആൻഡ് ട്രാൻസ്ഡ്യൂസറിൽ ഇതുവരെ ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻസുമാണ്. അപ്പം പൈത്തൺ പ്രോഗ്രാമിംഗ് ഒക്കെ പോലെ തന്നെ ഇതിനും നമുക്ക് 2 എക്സാം മാത്രമേ നടന്നിട്ടുള്ളൂ. സോ 2 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോഴും അതിൻ്റെ ഡയഗ്രം കൂടെ പഠിച്ചു വെക്കാം. കാരണം എന്താണ്, ഇതൊരു ഫിസിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പറാണ്. സോ എന്ത് ചെയ്യുക, ഡയഗ്രത്തിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ എല്ലാത്തിൻ്റെ എന്ത് ചെയ്യുക, ഡയഗ്രം ആദ്യം പഠിച്ചു വെക്കാൻ ശ്രമിക്കാം. പിന്നെ ഇനി പറയുന്ന ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ആദ്യം ഈ ടോപ്പിക്സ് കവർ ചെയ്ത് പോവുക. കാരണം എന്താണ്, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ട്രെൻഡാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോവുക. ഇതിന് ശേഷം എന്ത് ചെയ്യുക, സിലബസ് നോക്കിയിട്ട് ബാക്കി ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോവുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മൾ ഒരുവിധം ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ ബാക്കിയുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ എക്സാമിന് മുമ്പ് എന്തായാലും കവർ ചെയ്യും. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ആ ക്ലാസ്സുകളൊക്കെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് ഈ ഒരു ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ആദ്യം പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ എന്താണ്, ഒരു സൂചന മാത്രമാണ്. ആദ്യം എന്ത് ചെയ്യുക, ഈ ടോപ്പിക്സ് കവർ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, സിലബസ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ബാക്കി ടോപ്പിക്സൂടെ കവർ ചെയ്ത് പോവുക. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഷോർട്ടസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. Explain the working of an unbounded strain gauge. Explain capacitive level gauge for discrete level measurement. Explain Bernoulli's principle and continuity equation. How does a rotameter measures a flow? Explain the working of photodiodes in sensors. Explain any 2 dynamic characteristics of a transducer. Distinguish between active and passive transducers. What are the different parts of an inductance transducer? Explain with a diagram. Explain the principle of the basic capacitance transducer. Explain the measurement of temperature using a thermocouple with a diagram. Explain the working of capacitive level gauges. Explain the working of LVDT with a neat sketch. Explain the pressure measurement with a U-tube manometer. Explain the working of a Venturi tube. Write short note on sound transducers. Explain the working of bonded resistance strain gauge. What is the basic principle of capacitance transducers? Explain the capacitance transducers which work on the change of the area of plates. Explain bell type manometers. Explain the basic principle and working of the electromagnetic flow meter. Explain the construction and working of LVDT. Explain the construction of the Venturi meter and its working. Explain the principle and working of the thermistor. What are the different types of thermistors? What are its applications? Suitable diagrams. Explain the working of any one of the manometer. പിന്നെ 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ ഡയറക്റ്റ് സെൻസിങ് ഇൻ ട്രാൻസ്ഡ്യൂസേഴ്സ്? വാട്ട് ഈസ് ആൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ? എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഡിഫൈൻ ദി ആക്യുറസി ആൻഡ് പ്രിസിഷൻ ഓഫ് എ ട്രാൻസ്ഡ്യൂസർ. What is meant by the dynamic characteristics of a transducer? List these characteristics. What is the basic principle of a potentiometer? Explain the effect of change in distance between the plates of a capacitance transducer. What are the different types of thermistors? Explain. What is an RTD? What is its basic principle? What is LDR? How does it work as a sensor? What is the working principle of the IR sensor? What is the difference between continuous level and discrete level measurement? What is a pressure transducer? What is it used for? State and explain Bernoulli's principle. What is Hall effect? Why it is used? What is an anemometer? What is a transducer? Give an example. What is the difference between sensors and transducers? Define the sensitivity of a transducer. What are the static characteristics of a transducer? What is the difference between primary and secondary transducer? Explain the loading effect of a potentiometer. What is an IR sensor? What are the applications of IR radiation sensors? Write short notes on photovoltaic cells. RTDs are commonly made of doped platinum. Why? What is a sound level meter? What are its different parts? What is the basic principle of working of Hall effect transducers? What is meant by transduction? Explain. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണെന്ത് ഇതുവരെ നമുക്ക് ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബാക്കി ടോപ്പിക്സോടെ കവർ ചെയ്ത് പോവുക. സോ എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ വിജയാശംസകൾ.